ആ ഇതെന്താ പിണ്ട? ആ ഇങ്ങോരാ. ആ എങ്ങനെയുണ്ട് ഇപ്പോ? ഭയങ്കര സുഖ. വക്കീലെപ്പോഴാ വന്നേ? ഇതാ ഇപ്പോ. ഓ അനുവേ, ഡോക്ടർ എന്തുട്ടീ പറഞ്ഞ? തലച്ചോറൊക്കെ ഉണ്ടാ? ഒന്നുമില്ലെന്നേ, ഇല്ലേ? നാളെ ഡിസ്ചാർജ് ആവാന്നാ ഡോക്ടർ പറഞ്ഞേ. ആ തൽക്കാലം പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ഒരൊറ്റ കേസേ ജോയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ സംഭവം ഇനിയും കോംപ്ലിക്കേറ്റഡ് ആവാനാ ചാൻസ്. പരിസ്ഥിതി സംരക്ഷണവും ഞാനും തമ്മിൽ എന്തുട്ടാ ബന്ധം വക്കീലേ? വണ്ടിന്ന് ആനപ്പിണ്ടം മുഴുവൻ റോഡിലേക്കല്ലേ വീണ് പോയത്. ചില്ലറ ഓഫൻസ് അത്. ഞാനാണോ വണ്ടിന്ന് പുറത്തേക്ക് കുത്തിയിട്ട്? അത് തന്നെ വീണല്ലേ. 10-12 പോയെ. സായി, നമുക്കിത് പിന്നെ ഡിസ്കസ് ചെയ്താ പോരെ? അയ്യോ അതല്ല, ഇന്ന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞതാ. ജപ്തി നോട്ടീസാ? വക്കീലെ, നിങ്ങൾ എന്തുട്ടൊക്കെ പറയണേ? ഓ, എല്ലാ പണിയും കൂടി ഒരുമിച്ചാണല്ലോ കർത്താവേ. ഓ എന്നിട്ടത് ഇങ്ങനെ വിളിയാക്കണേ? അയ്യോ ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നാ? അയ്യോ ജോയേട്ടാ, ആ മരിച്ചുപോയ വർഗീസിന്റെ ശബ്ദം. ഞാനിവിടെ ഉണ്ട് ട്ടാ. ദീനുവേ, മോനെ, നീ ഒന്ന് അടങ്ങിക്കിടക്ക്. ഡോക്ടർ ഫുൾ റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നീ ഹോർലിക്സ് കുടിച്ചേ. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? അതെ, എന്റെ അഭിപ്രായത്തിൽ ഫാക്ടറിയുടെ ജപ്തി നടക്കട്ടെ എന്നാ. ബാങ്കിന് കൊടുക്കാനുള്ളത് കഴിച്ച് കുറച്ച് എമൗണ്ട് കയ്യിൽ കിട്ടൂലോ. ചങ്കിക്കൊള്ള വർത്താനൊന്നും പറയല്ലേ വക്കീലെ. ആകെ കൂടിയുള്ളതൊരു ഫാക്ടറിയാണ്, അത് പോയ നമ്മളില്ല. വക്കീലെ, നമുക്കിപ്പോ എന്തുട്ടാ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ, ആ. ഉം, ഉം. ആ ആ കഴിഞ്ഞ മാസം ഹർത്താലിനെ കൊടുങ്ങല്ലൂർ പാർട്ടിക്കാർ ഒരു തുണിക്കട തല്ലിപ്പൊളിച്ചു. ഷാവിയോള്. അതിനെതിരെ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാ? മുതലാളി, എന്റെ വണ്ടി. അപ്പയാ, ഞാനിപ്പ അങ്ങോട്ട് വരാട്ടാ. ഒരു കാര്യം സംസാരിക്കണ കണ്ടില്ലേ നീ? എന്നിട്ട് കൊടുങ്ങല്ലൂരിലെ തുണിക്കട തല്ലിപ്പൊടിച്ചിട്ട് ആ അയാൾക്ക് നഷ്ടപരിഹാരമായിട്ട് 2 ലക്ഷം രൂപ കിട്ടി. അതെയാ? നമ്മുടെ ഫാക്ടറി തല്ലിപ്പൊട്ടിച്ചു എന്നും പറഞ്ഞ് പാർട്ടിക്കെതിരെ ഒരു കേസ് കൊടുത്താ നമ്മുടെ ജപ്തി ഒഴിവാക്കാൻ പറ്റുമോ? വലിയ ചാൻസ് ഇല്ല. എന്നാലും മുതലാളി, എന്റെ വണ്ടി. എന്റെ പൊന്നഭയ, നീ ഒന്ന് മിണ്ടാണ്ട് കിടക്ക്, ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. എന്നിട്ടിപ്പോ ചിന്തിക്കുക. നല്ല അച്ചപ്പം. ജസ്റ്റ് യു ട്രൈ ഗ്രേസി. അപ്പാപ്പനും അമ്മാമ്മയും സൗത്ത് ആഫ്രിക്ക പോണ പ്രമാണിച്ചിട്ട് ഇവിടെ ഒരു ദിവസം ലീവ് എടുത്തിരുന്ന് ഉണ്ടാക്കിയതാ. അതെയോ? ആഹാ പറയേ. അടുത്ത ആഴ്ച സൗത്ത് ആഫ്രിക്കയിൽ പോയാ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവും എന്തോ. ഓ, എന്തായാലും നിന്റെ അപ്പൻ സണ്ണിക്കും പോളിക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. പോളിക്ക് താമസിക്കാൻ വേറെ വീടുണ്ട്, നിനക്കാണെങ്കിൽ ഫ്ലാറ്റും ഉണ്ട്. എന്റെ ഫ്ലാറ്റ് വാടകയ്ക്കല്ല പാപ്പ. എന്നാലും ഉണ്ടല്ലോ, ആർക്കും വലിയ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഈ തറവാട് ഞങ്ങൾ അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. വെള്ളാനിക്കാരൻ റോയ് വന്നൊരു വില പറഞ്ഞു. പോണേല് മുമ്പ് അത് രജിസ്ട്രേഷൻ നടത്തണമെന്നാണ് എന്റെ തീരുമാനം. എന്താടാ പോളി, എന്താ നിന്റെ അഭിപ്രായം? ഞാൻ പാപ്പന്റെ കൂടെ പാപ്പ. നീ പറഞ്ഞതാടാ ശരി. ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ മുണ്ട് മുറുക്കി ഉടുത്ത് പിശുക്ക് ജീവിച്ചു. എന്നിട്ട് എന്തിനാ ഒരു ദിവസം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവാനുള്ളതല്ലേ? ഈ വീട് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാനും ഗ്രേസിയും ചില പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. വരുന്ന ക്രിസ്മസിന് ഒരു യൂറോപ്പ് ട്രിപ്പ് പോയാലോ എന്നൊരു ആലോചന. ആ, ഈ തറവാട് വിൽക്കുമ്പോ എനിക്കതിലൊരു ഷെയർ. എനിക്കിവിടെ നിക്കക്കളിയില്ലാത്ത പ്രശ്നങ്ങളാണേ. ഈ തറവാടാണ് എൻ്റെ ലാസ്റ്റ് ഹോപ്പ്. അപ്പാപ്പൻ സഹായിക്കണം. പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടി നേരിടണം. നിന്റെ പ്രായത്തിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരുന്നു എനിക്ക്, അറിയോ? ഇതങ്ങനെയല്ല പാപ്പ, ലോകം മുഴുവൻ എനിക്കെതിരാ. എനിക്കും പണ്ട് ഇത് തോന്നിയിട്ടുണ്ട് മോനെ. ഈ ലോകത്തെ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ച് ജയിക്കുന്നതാണ് ഒരു ബിസിനസ്സുകാരന്റെ മിടുക്ക്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ നിന്നൊരു ഷെയർ ഇനി ആരും പ്രതീക്ഷിക്കണ്ട. ഇത് നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എളേപ്പാ?
ഈ തറവാടിന് ഇപ്പൊ എന്താണ് വാല്യൂ? ക്രോസ് ആണ്, ക്രോസ്. ഇവക്കൊരു തേങ്ങ ഉണ്ടാക്കറിയില്ലേട്ടാ, മറ്റേത് ബേക്കറിന്ന് മേടിച്ചതാ. ഇനി എന്തൊക്കെ വന്നാലും ഞാൻ ഇളപ്പന്റെ കൂടെ ഏട്ടാ. ഇനിയിപ്പോ എന്തുണ്ടാവാൻ്റെ? അപ്പന്റെ പേരിലെ തറവാട് അപ്പൻ ഇഷ്ടമുള്ളത് ചെയ്യാം. വയസ്സാങ്കാലത്ത് അപ്പനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് നിലക്കാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ ജോയെ? അതിന് ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ലോ ഇളപ്പാ. മോനെ ജോയെ, എനിക്കിട്ട് പണിയാൻ നോക്കിയല്ലേ നീ? എന്നിട്ടിപ്പോ എന്തായി? രണ്ടാൾക്ക് ഇല്ലാണ്ടായില്ലേ? മിണ്ടാണ്ട് വണ്ടി വിട്ടോ, അതാ നല്ലത്. ആ താക്കല് കിടന്ന് ആ പിന്നെ മോനെ ജോയെ, ഒരു 8 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത് ഓർമ്മയുണ്ടാവില്ല അല്ലേ? ആ അതൊന്നും മുദ്രപത്രത്തിൽ എഴുത്തൊന്നുമില്ലോ. എന്നാ ഇനി നീ കടം കയറി മുടിയുന്നതിന് മുമ്പ് ആ മുദ്രപത്രം ഞാൻ അങ്ങ് പ്രയോഗിക്കാൻ പോവാ. ഈ തറവാട്ടില് നിനക്കുള്ള ഷെയറിന്റെ കാര്യം ഓർത്താ ഇത്രയും നാളെ അനങ്ങാണ്ടിരുന്നത്. ഇപ്പൊ ആ പ്രതീക്ഷയും കൂടി പോയി കിട്ടിയില്ലേ? ബാക്കി നമുക്ക് കോടതി ഇളപ്പാ കാശിന് ആവശ്യമുണ്ട് ജോയ് മോനെ. ബൈ-ഇലക്ഷൻ വരാൻ പോവാ. കോർപ്പറേഷന്റെ ഭരണം മാറിയ നമ്മുടെ കടയിരിക്കുന്ന സ്ഥലം വരെ പോവും. അതുകൊണ്ടാ മോനെ. പോട്ടെ മോളെ. എന്റെ അമ്മ ജോയേട്ടാ, ദേ അഭയകുമാർ. കർത്താവേ, 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ശവടക്കിലുണ്ടാവുള്ളൂ പറയ ഗ്രീനുവേ. വാബയ ഇരിക്കേ. വേണ്ട മുതലാളി, ഞാൻ ഇവിടെ ഒന്നുണ്ട്. ആ നടക്കിറങ്ങിയതാവൂല്ലേ? ഇത് നമ്മുടെ ഗിരീഷ് തന്നതാ വർക്ക്ഷോപ്പിൽ നിന്ന്. വണ്ടിയുടെ പണിയുടെ എസ്റ്റിമേറ്റാ. ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുത്താ പണി തുടങ്ങാന്നാ ഡാവ് പറഞ്ഞേ. ഓ, എന്റെ ഇപ്പോ നിന്റെ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ അടച്ചില്ലേ ഭയ? അതുകൊണ്ട് എന്തുട്ട കാര്യം മുതലാളി? ആ വണ്ടിയിലേക്ക് ഈ തടി വേസ്റ്റല്ല. എന്റെ ലൈഫ് കുട്ടിച്ചോറായില്ലേ? നീ കിടന്നിങ്ങനെ മോങ്ങല്ലേ. നീ ഒരു കാര്യം ചെയ്യപ്പോട്ട് മറ്റന്നാ വായോ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. മറ്റന്നാന്ന് പറഞ്ഞ മറ്റന്നാളല്ലേ? ഇവനിപ്പോ ഛർദിക്കോ? ജോയേട്ടൻ പറഞ്ഞതാ. എന്റെ അഭയ, നീ ഒന്ന് പോയി. ഓവ അല്ല, മുതലാളിയുടെ നാളേതാ? നീ ഒന്ന് പോയാ ഭയ. മറ്റന്നാ ശരിയാക്കാം, നീ ഒന്ന് ചെല്ല്. മറ്റന്നാ 10,000 രൂപ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ ജോയേട്ടാ? എനിക്കൊരു ഐഡിയ ഇല്ലടാ. നമുക്ക് കേസ് കൊടുത്താലോ ജോയേട്ടാ? പാർട്ടിക്കെതിരെയോ? വേറെ എന്തിട്ടാ ചെയ്യാനോ? മണ്ടത്തരാവില്ലേ ജോയ്? ലൈഫിൽ എന്തെങ്കിലും ഹോപ്പ് വേണ്ടടി മനുഷ്യന്. ഞാൻ കേസ് കൊടുത്താ നീ എന്റെ കൂടെ നിൽക്കോ? മതിയായി തുടങ്ങണ്ട നിനക്ക് തന്നെ. എന്നാ ജോയ് ഇത് കുട്ടികളെ പോലെ? ഞാൻ കൂടുണ്ട് ജോയേട്ടാ, കാര്യൊന്നുമില്ല, എന്നാലും കൂടുണ്ട്. ആക്സിഡന്റ് കഴിഞ്ഞപ്പം ജോയേട്ടന്റെ കൂടെ നടക്കുന്നതിന് അച്ഛനും അമ്മേനെ കുറെ ചീത്ത പറഞ്ഞു. എന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ജോയേട്ടാ. ഉമ്മക്കിപ്പോ ഇത്തിരി മോശ സമയാന്നേ ഉള്ളൂ. പുണ്യാളിന്റെ അഗർബത്തീസ് നമ്മളിവിടെ ഉണ്ടാക്കും, എനിക്ക് ഷുവറാ.